everyone, it's me Nihal Jebin, and welcome back to another episode from Sarah Learnings. And today we'll be discussing Victorian period from British literature. British literature നിന്നുള്ള Victorian period ആണ്. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ തരാം. നിങ്ങൾക്കറിയാം വളരെ പ്രസക്തമായിട്ടുള്ള വളരെ റെലവൻസ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വലിയൊരു ട്രാൻസിഷൻ അഥവാ ചേഞ്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് അറൌണ്ട് 1837 to 1901. അതിനു മുമ്പ് ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് കഴിഞ്ഞു, ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് കഴിഞ്ഞു, റൊമാൻറ്റിസിസം, എലിസബത്തൻ പീരീഡ് കഴിഞ്ഞു, ന്യൂ ക്ലാസിക്കൽ പീരീഡ് ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ ഒരു മോഡേണിസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ട്രാൻസിഷണൽ ഏജ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഓരോ ലിറ്ററേച്ചറും പഠിക്കേണ്ടത് ആക്ച്വലി ആ കാലഘട്ടത്തെ കൂടി, ആ ഒരു സമയത്തെ കൂടി, ആ ഒരു ഹിസ്റ്ററിയെ കൂടി പഠിച്ചെടുത്തുകൊണ്ടാണ്. കാരണം ഓരോ സമയത്തും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആ ഒരു സമയത്തിന്റെ, ആ ഒരു ദേശത്തിന്റെ, ആ ഒരു കൾച്ചറിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പീരീഡും കൂടിയാണ് വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് as you already know, it roughly coincides with the years that Queen Victoria ruled Great Britain and its empire. So ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ ക്വീൻ വിക്ടോറിയ റൂൾ ചെയ്തിരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ പേര് വരുന്നത്. 1837 to 1901 അവിടെ ഒരു റൂളിംഗ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഈ വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ ഒരു പീരീഡ് മാത്രമാണ്, ഈ ഒരു കാലഘട്ടം മാത്രമാണ് അത് കവർ ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 1830 മുതൽ 1901 വരെ. പക്ഷെ അതിന്റെ ഒരു പ്രഭാവം അതിന് ശേഷവും നിലനിന്നിട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവരെ സംബന്ധിച്ചിടത്തോളം ക്വീൻ വിക്ടോറിയ വാസ് ബോൺ ഇൻ 1819, ascended the throne in 1837 and ends in 1901 after her death. അപ്പോൾ ആ ഒരു കാലഘട്ടം ജനനം മുതൽ സിംഹാസനാരോഹണം വരെ, അല്ലെ, അവര് സിംഹാസനാരോഹണവും കഴിഞ്ഞതിന് ശേഷം 1901 1837 മുതൽ 1901 വരെ അവരുടെ ആ ഒരു റൂള് വരുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഒരല്പസമയം കൂടി ആ ഒരു വിക്ടോറിയൻ ട്രഡീഷൻസും കൺവെൻഷൻസും ആ ഒരു ഇമ്പാക്റ്റും ഇൻഫ്ലുവൻസും എല്ലാം അന്നത്തെ ലിറ്ററേച്ചറിൽ തങ്ങി നിന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഓക്കെ, ദ മേജർ ആസ്പെക്ട് ഓഫ് ദിസ് പീരിയഡ് ഈസ് എ ലാർജ് സ്കെയിൽ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഇംപീരിയൽ പവർ. ബ്രിട്ടനിൽ ഭയങ്കരമായിട്ട് സാമ്രാജ്യത്വ പവർ, അല്ലെ, ആ ശക്തി ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആയിട്ടുള്ള, ഭയങ്കര ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ വന്നിട്ടുള്ള ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ അവരുടെ ആ ഒരു ഇമ്പീരിയൽ ആയിട്ടുള്ള ഒരു ശക്തി കേന്ദ്രമാക്കി അവർ മാറ്റുന്നത്, അല്ലെ. ദ ഡ്രൈവ് ഫോർ സോഷ്യൽ അഡ്വാൻസ്മെന്റ് ഫ്രീക്വൻലി അപ്പിയേഴ്സ് ഇൻ ലിറ്ററേച്ചർ. അവരുടെ ആ ഒരു സാമ്രാജ്യം വെട്ടിപ്പടുക്കാനുള്ള ആ ഒരു ഉദ്ദേശവും അങ്ങനെ സൊസൈറ്റിയുടെ മുന്നിൽ തന്നെ ബെറ്റർ ആയിക്കൊണ്ടും ഒരു വലിയൊരു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ബിൽഡ് ചെയ്തുകൊണ്ടും ഈവൻ സോഷ്യൽ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു ഡ്രൈവ് നമുക്ക് അവരുടെ ആ ലിറ്റററി വർക്കിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ആൻഡ് ദ പീരിയഡ് ഓൾസോ സോ ദ റൈസ് ഓഫ് എസ്തെറ്റിസിസം അഥവാ സൗന്ദര്യ ബോധം അല്ലെങ്കിൽ സൗന്ദര്യ ശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ. ആ ഒരു സൗന്ദര്യാത്മകത അവർ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു. അതായത് ആ ഒരു സൊസൈറ്റിയുടെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചാൽ to represent everything in its most perfect and most beautified state. എല്ലാത്തിനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ള, സൗന്ദര്യമുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടുവരുത്തുക. നിങ്ങൾക്ക് അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ബ്രിട്ടൻ ലോകത്തിലെ വലിയൊരു എംപയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യമായിട്ട് ഒരുപാട് രാജ്യങ്ങളെ കോളനൈസ് ചെയ്തുകൊണ്ട് വലിയൊരു സാമ്രാജ്യ ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ സിറ്റി ആയിട്ട് ലണ്ടൻ മാറുകയാണ്. ആൻഡ് the population of London actually exceeds from 2 million to 6 million. 2 മില്യണിൽ നിന്ന് 6 മില്യൺ വരെ കവിഞ്ഞ് വരുന്നുണ്ട്, അല്ലെ. ആൻഡ് അർബൻ എക്കോണമീസ്, അല്ലെ, ആ ഒരു അർബൻ എക്കോണമീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ലാൻഡിന്റെ ഓണർഷിപ്പിൽ നിന്ന് അർബൻ എക്കോണമിയിലേക്ക് മാറുന്ന ഒരു സമയമാണ്. ഇൻഡസ്ട്രിയലിസത്തിന്റെ ആ ഒരു ഇമ്പാക്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വെൽത്ത് ഭയങ്കരമായിട്ട് അധികരിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പീരിയൽ പവർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, റൈറ്റ്. പക്ഷേ അതേസമയം ഈ ഒരു ഏജ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴും മറ്റൊരുപാട് പ്രശ്നങ്ങളും കൂടിയുള്ള, മറ്റൊരുപാട് കൺസേൺസുകളും കൂടിയുള്ള ഒരു സമയം കൂടിയാണ്. വലിയൊരു റാപ്പിഡ് എക്സ്റ്റൻഷന്റെയും എക്സ്പാൻഷന്റെയും ഒരു സമയമാണെങ്കിൽ കൂടിയും അതിനോടനുസൃതമായിട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് കൺസേൺസുകളും ആൻസൈറ്റീസും വരുന്നുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ബേസിക്കലി an age of prosperity, improvement, a time of stability and a time of optimism. ഓക്കെ, പക്ഷേ ആ ഒരു സമയത്ത് വന്നിരിക്കുന്ന ആ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നതും ഏതാണ്ടൊക്കെ ഒരു ക്വീൻ വിക്ടോറിയയുടെ ആ ഒരു
റീൻ അഥവാ ഭരണകാലഘട്ടവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിക്ടോറിയൻ എറ ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയും. അത് ഏതാണ്ട് ഒരു 1837 to 1901 ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രൊഡക്ഷൻ അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ്തെറ്റിസിസം, അതുപോലെ തന്നെ 1832 റിഫോം ബിൽ ഒക്കെ ഈ ഒരു സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം അന്നത്തെ ലിറ്ററേച്ചറിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ വർക്ക്സുകൾ പഠിക്കാൻ. ഇത്തരത്തിലുള്ള പ്രധാന ഡീറ്റെയിൽസുകളും നമുക്ക് നെറ്റ് പെർസ്പെക്റ്റീവിൽ അറിയാനുണ്ട്. സോ ഈ ഒരു റിഫോം ബില്ലിന് പ്രകാരമായിട്ട് അന്നത്തെ മിഡിൽ ക്ലാസ്സിന് ദേ ഗോട്ട് എ പൊളിറ്റിക്കൽ പവർ ടു കൺസോളിഡേറ്റ് ആൻഡ് ഹോൾഡ് ദ എക്കോണമിക് പൊസിഷൻ. ഇറ്റ് ഹാസ് ഓൾറെഡി അച്ചീവ്ഡ്. ആൻഡ് അത് വില്യം ഫോർത്തിന്റെ ആ ഒരു ഭരണകാലഘട്ടത്താണ് കിട്ടുന്നത്. ഏതാണ്ട് റിഫോം ബില്ലിന് ശേഷം സ്ലേവറി അബോളിഷൻ ആക്ട് 1833 വന്നു. അതോടുകൂടി ബ്രിട്ടനിലുള്ള സ്ലേവറി കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്യപ്പെട്ടു. റൈറ്റ്. സോ ആ റിഫോം ബില്ല് വന്നു, സ്ലേവറി അബോളിഷൻ ആക്ട് വന്നു. പിന്നെ എന്തൊക്കെ സംഭവിച്ചു നമുക്ക് നോക്കാം. William IV, also called the Sailor King, was the last monarch of Hanoverian period. നിങ്ങൾക്കറിയാം ഇംഗ്ലണ്ടിലെ മൊണാർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൈനാസ്റ്റീസ്, ഒരുപാട് രാജഭരണങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ട്യൂഡേഴ്സ് വരുന്നുണ്ട്, സ്റ്റുവാർട്ട്സ് വരുന്നുണ്ട്. പിന്നെ ഹനോവിയൻ പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഒടുവിലത്തെ സെയിലർ കിങ് ആയിരുന്നു വില്യം ഫോർഡ്. ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര് വരുന്നത്. അദ്ദേഹം ഏതാണ്ട് ഒരു 1837 മരണപ്പെടുകയും അങ്ങനെ ത്രോണ് ക്വീൻ വിക്ടോറിയക്ക് കൈമാറുകയും ചെയ്യാണ്. അവർ വെറും 18 വയസ്സുള്ള സമയത്താണ് അവർ ആ ത്രോണിലേക്ക് കയറുന്നത്. അവരുടെ ഫസ്റ്റ് കസിൻ ആയിട്ടുള്ള പ്രിൻസ് ആൽബർട്ട് ഓഫ് സാക്സ് കോബർഗ് ആൻഡ് ഗോത്ത, അവിടുത്തെ പ്രിൻസിനെയാണ് ആൽബർട്ട് ഓഫ് സാക്സ് കോബർഗ് ആൻഡ് ഗോത്ത, അവിടുത്തെ പ്രിൻസിനെ 1840 അദ്ദേഹം അവർ മാരി ചെയ്യുകയുണ്ടായി. ആൻഡ് ഏതാണ്ട് 63 വർഷവും 7 മാസവും നീണ്ടു നിന്നിട്ടുള്ള രാജഭരണമായിരുന്നു. ആൻഡ് ഷീ യൂസ് ടു ഹോൾഡ് ദ ലോങ്സ്റ്റ് റെയിൻ ഇൻ ബ്രിട്ടീഷ് ഹിസ്റ്ററി. ബട്ട് നൗ എലിസബത്ത് സെക്കൻഡ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ലോങ്സ്റ്റ് മൊണാർക്ക് സിൻസ് 1952. സോ ഏതാണ്ട് ഒരു 1952 മുതൽ ഏറ്റവും വലിയൊരു മൊണാർക്കി അല്ലെങ്കിൽ രാജഭരണം നടത്തിയിട്ടുള്ള ഒരു ക്വീൻ ആയിട്ട് ഇപ്പൊ നമ്മൾ റീസെന്റ് പാസ്റ്റ് അവയ ക്വീൻ ആയിട്ടുള്ള എലിസബത്ത് സെക്കൻഡിനെയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് തൊട്ട് മുന്നേ വരെ ആരായിരുന്നു? നമ്മുടെ വിക്ടോറിയ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോ നിലവിൽ ഈയിടെ മരണപ്പെട്ട എലിസബത്ത് സെക്കൻഡ് രാജ്ഞി, അവരുടെ ഒരു ലോങ്സ്റ്റ് ഭരണം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഭരണം കാഴ്ചവെച്ചിരിക്കുന്നത് ആരാണ്? എലിസബത്ത് സെക്കൻഡ് ആണ്. അതിനുശേഷം അവർക്ക് തൊട്ടുപിറകിലായിട്ട് വരുന്നത് എഡ്വാർഡ് 7th ആണ്. അതിനുശേഷം ഈ എഡ്വാർഡിയൻ പീരീഡ് തുടങ്ങുകയുണ്ടായി. റൈറ്റ്. ആൻഡ് 1876 എംപ്രസ് ഓഫ് ഇന്ത്യയുടെ എംപ്രസ് ആയിട്ട് അവര് അങ്ങനെ ഒരു അഡീഷണൽ ടൈറ്റിൽ അവർക്ക് നൽകപ്പെട്ടു. കാരണം ആ ഒരു സമയത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധികാരം വേരൂന്നിയിട്ടുള്ള ഒരു സമയമാണ്. ഓക്കെ. ആൻഡ് ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സ് ഉണ്ടെന്ന് അറിയാം. ആൻഡ് ഷി വാസ് ഫ്രം ദ ഹൗസ് ഓഫ് കോമൺസ്. ആൻഡ് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എൻ ഏജ് ഓഫ് ഡെമോക്രസി ഇൻ എഡ്യൂക്കേഷൻ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു എലിസബത്തൻ പീരീഡ് പോലെ ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സമയമാണ്. കാരണം ഏതാണ്ട് ആ ഒരു സെഞ്ചുറിയുടെ അവസാനം 19th സെഞ്ചുറിയുടെ അവസാനം ആയപ്പോഴേക്ക് ഓൾമോസ്റ്റ് ലിറ്ററസി വാസ് ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ. ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് നൽകുകയുണ്ടായി. കുറച്ചും കൂടി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവിടെ വന്നു. ആൻഡ് ദ വാസ് ഇസ് കമ്പൽസറി നാഷണൽ എഡ്യൂക്കേഷൻ നിർബന്ധമായിരുന്നു. റൈറ്റ്. എസ്പെഷ്യലി 10 വയസ്സാകുമ്പോഴേക്കും ആ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ അവർ നിർബന്ധമാക്കി കൊടുത്തു. ആൻഡ് അവിടെ ആ ഒരു ലിറ്ററസിയുടെ ഒരു എക്സ്പ്ലോഷൻ എന്നു കാരണം എന്താണ്? ദ വാസ് ഇസ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആൻഡ് പീപ്പിൾ വർ ഏബിൾ ടു അഫോർഡ് such things as well. And there were lots of things to read. ഒരുപാട് കാര്യങ്ങൾ വായിക്കാനുണ്ടായിരുന്നു. ന്യൂസ് പേപ്പേഴ്സ്, പീരിയോഡിക്കൽസ്, അതുപോലെ തന്നെ ബുക്സുകളൊക്കെ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുകയും ഇവ ചീപ്പായിട്ട് അവൈലബിൾ ആവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സോ ദ വാസ് ദിസ് ഗ്രോത്ത് ഓഫ് പീരിയോഡിക്കൽ നോവൽസ് ഒരുപാട് വന്നു. കൂടാണ്ട് ഷോർട്ട് ഫിക്ഷൻ വന്നു. അതൊക്കെ സീരിയൽ ഫോമിലായിട്ട് ആളുകൾക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി അവിടെ വന്നു. ആൻഡ് ദ വാസ് ദിസ് റീഡിങ് പബ്ലിക്. സോ അവര് ഈ ഇത്തരത്തിലുള്ള പീരിയോഡിക്കൽസ് എല്ലാം വായിച്ചുകൊണ്ട് they actually expected literature to illuminate social problems. ആ ഒരു സോഷ്യൽ പ്രോബ്ലംസിനെ ഇല്യൂമിനേറ്റ് ചെയ്യുകയും പലപ്പോഴും അത് അവരുടെ ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. റൈറ്റ്. ഓക്കെ. ആൻഡ് 1861 ആയപ്പോൾ ക്വീൻ വിക്ടോറിയ became widowed as Prince Albert died. പ്രിൻസ് ആൽബർട്ട് ആ ഒരു സമയത്ത് മരണപ്പെടുന്നുണ്ട്. ആൻഡ് ആ ഒരു പീരീഡിൽ നോവൽ ഭയങ്കരമായിട്ട് എമേർജ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. വിക്ടോറിയൻ നോവൽ ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടുന്ന ഒരു സമയമാണ്. ആൻഡ് അതർ ദാൻ ദാറ്റ് ബെഞ്ചമിൻ ഡിസ്റലിയുടെ
സിബിൾ ഓർ ടു നേഷൻസ് എന്ന് പറയുന്ന ഒരു വർക്ക് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. ടു നേഷൻസ് ആർ റിച്ച് ആൻഡ് പുവർ എന്നുള്ള രൂപത്തിലൊരു ശ്രദ്ധേയമായിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. 1851 ദി ഗ്രേറ്റ് എക്സിബിഷൻ എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടന്റെ ഏറ്റവും മികച്ച അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്ന അന്നത്തെ ക്രിസ്റ്റൽ പാലസിന്റെ ഒരു ഡിസ്പ്ലേ അവിടെ നടക്കുകയുണ്ടായി. അത് ലോക ശ്രദ്ധ തന്നെ, എൻറ്റയർ യൂറോപ്പിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ബെഞ്ചമിൻ ഡിസ്രാലിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ട്രൈലജി ആ ഒരു സമയത്ത് വരുന്നുണ്ട്. പിന്നെന്ത് സംഭവിക്കുന്നുണ്ട്, ഒരുപാട് പാരലൽ ആയിട്ടുള്ള ലിറ്റററി മൂവ്മെന്റ്സുകൾ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. ആൻഡ് 1876 എഡ്യൂക്കേഷൻ ആക്ട് വരികയുണ്ടായി, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ 10 വയസ്സുള്ള ആളുകൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷനാണ്. കോൺലോ അവിടെ പാസ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രൈസസ് എല്ലാം ഹൈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തു. സോ ബ്രിട്ടീഷ് ഫാമിങ്ങിനെ ഫോറിൻ കോമ്പറ്റീറ്റേഴ്സ് നിന്ന് പുറമേ നിന്നുള്ള ആളുകളെ അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോൺസിന്റെ പ്രൈസ് എല്ലാം കുത്തനെ കൂട്ടി. അത് 1846 അങ്ങനെ അവർ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ എക്കോണമി അവർ സംരക്ഷിച്ചു. കൂടാണ്ട് ആ ഒരു മിഡിൽ ക്ലാസിന്റെ ഭയങ്കര ഒരു ട്രൂയംഫ് അഥവാ വിജയം വരുന്ന ഒരു സമയം കൂടിയാണ് 1859. ഈ സമീപകാലത്ത് തന്നെ ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഒറിജിൻ ഓഫ് സ്പീഷീസ് അഥവാ പരിണാമ സിദ്ധാന്തത്തെ, തിയറി ഓഫ് എവല്യൂഷനെ ശക്തിപ്പെടുത്തുന്ന ആ ഒരു വർക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇത്തരത്തിലുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണെന്ന് ഓർക്കണം. പിന്നെ കൂടാണ്ട് നിങ്ങൾക്കറിയാം ഡാർവിന്റെ തിയറി പ്രകാരമായിട്ട് ഹ്യൂമൻസ് ഡിസെൻഡഡ് ഫ്രം ഏപ്സ്, അല്ലെ? പീപ്പിൾ ഡിസെൻഡഡ് ഫ്രം ഏപ്സ് ആൻഡ് മാൻ വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു സത്യം, അതുവരെയുള്ള ആളുകളുടെ ആ ഒരു സ്ട്രോങ് ഫെയ്ത്ത് ഭയങ്കരമായിട്ട് ഷാറ്റർ ചെയ്യപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ അത് ഒരേ സമയം ഇറ്റ് വാസ് എൻ ഏജ് ഓഫ് കോൺഫ്ലിക്റ്റ് ആസ് വെൽ, സോർട്ട് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഫെയ്ത്ത്. ആൻഡ് ആ ഒരു സമയത്ത് തന്നെ ഹൗസ് ഓഫ് കോമൺസ് ആക്ച്വലി 2 പാർട്ടീസാണ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിഗ്സും അതുപോലെ തന്നെ ടോറീസും അഥവാ കൺസർവേറ്റീവ്സും. ഏതാണ്ട് ഒരു 1850s മുതലായിട്ട് വിഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 1840 കാലഘട്ടത്തിനിടയ്ക്ക് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ബ്രിട്ടീഷ് കോളനി ആയിട്ട് ന്യൂസിലൻഡ് വരുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഗ്രേറ്റ് ഫാമിൻ അഥവാ ഐറിഷ് ഫാമിൻ അഥവാ ഗ്രേറ്റ് ഹങ്കർ എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. വലിയൊരു ഭക്ഷ്യക്ഷാമം ഈ ഒരു സമയത്ത് വരുന്നുണ്ട്, 1845 to 1852. സോ ആ ഒരു സമയത്ത് അയർലൻഡിൽ ഭയങ്കരമായിട്ട് ഒരു മാസ് സ്റ്റാർവേഷനും ഡിസീസും എമിഗ്രേഷനും ഒക്കെ വരികയുണ്ടായി. അത് ഇംഗ്ലണ്ടിനോടുള്ള ചില പ്രശ്നങ്ങൾക്കും ചില അനിഷ്ടങ്ങൾക്കൊക്കെ കാരണമായി. കാരണം UK എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ട് വരുന്നുണ്ട്, സ്കോട്ട്ലൻഡ് വരുന്നുണ്ട്, അയർലൻഡ് വരുന്നുണ്ട്, നോർത്തേൺ അയർലൻഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വെയിൽസ് വരുന്നത്, ഇതെല്ലാം കൂടി ചേരുന്നത് UK. സോ ബ്രിട്ടന്റെ ഒരു സ്വാധീനത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അന്ന് അയർലൻഡ് എന്ന് പറയുന്നത്. സോ അവരുടെ ഈ ഒരു മാസ് സ്റ്റാർവേഷനും ഡിസീസും ഹങ്കറും ഒക്കെ ബ്രിട്ടനോടുള്ള ആദ്യമേയുള്ള അനിഷ്ടം ഒന്നും കൂടെ കൂട്ടാനുള്ള ഒരു സാധ്യത കൂടെ അവിടെ വർദ്ധിപ്പിച്ചു. ആൻഡ് കോളറ എപ്പിഡമിക് 1848 വന്നു. ഏതാണ്ട് 2000-ഓളം ആളുകൾ ഓരോ ആഴ്ചയും മരിച്ചു വീഴുകയുണ്ടായി. അതിനിടയ്ക്ക് ക്രിമിയൻ വാർ നടക്കുകയുണ്ടായി. 1854 അവിടെ UK റഷ്യക്കെതിരായിട്ട് വാർ ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. 1853 to 1856 കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ഇതെല്ലാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് റാൻഡം ഫാക്ടുകൾ എടുത്തു വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ഐ എം ആക്ച്വലി പ്രസന്റിങ് യു ഹൗ ദിസ് വിക്ടോറിയൻ പീരിയഡ് ആക്ച്വലി ലുക്ക് ലൈക്ക്. സോ ക്വീൻ വിക്ടോറിയ ആ ഒരു ത്രോണിൽ നിന്ന് കയറിയതിനു ശേഷം അവരുടെ മകനായിട്ടുള്ള എഡ്വാർഡ് 7th കൈമാറുകയുണ്ടായി. അങ്ങനെ എഡ്വാർഡിയൻ പീരിയഡ് വന്നു. ആൻഡ് അവരുടെ ഒരു ഗോൾഡൻ ജൂബിലി വരുന്നത് 20 ജൂൺ 1887 ആയിരുന്നു. പിന്നെ ഡയമണ്ട് ജൂബിലി 20 ജൂൺ 1897 അവർ ആഘോഷിക്കുകയുണ്ടായി. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെയ്ത്ത് ആൻഡ് റീസന്റെ ഒരു ഫ്ലാഷ് നിങ്ങൾക്ക് അവിടെ കാണാം. കാരണം എന്താണ്, ബേസിക്കലി ചാൾസ് ഡാർവിന്റെ ഒരു പരിണാമ സിദ്ധാന്തം വലിയ ആളുകളുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തിയല്ലേ. ഡോവർ ബീച്ചിലൊക്കെ DS ലോറൻസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. The term Victorian evokes the attitude of moral earnestness. Victorian morality എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് അവിടെ വന്നു. അതായത് ആളുകൾ ഇൻഹറന്റ്ലി ഗുഡ് ആണെന്ന് കാണിക്കുന്ന ആ ഒരു സ്ട്രഗിൾ, അല്ലെ? സൊസൈറ്റി ആക്ച്വലി ഇങ്ങനെയാണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോർട്രേൽ അവർ കൊണ്ടുവരാണ്ട് നേരെ മറിച്ച് ദേ വർ പ്രിറ്റൻഷ്യസ്. അതായത് സൊസൈറ്റിയിൽ കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, കോഡ് ഓഫ് എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം. ആ തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വേണം, ആ തരത്തിലുള്ള ഒരു ഡ്രസ്സിങ് വേണം, ആ തരത്തിലുള്ള ഒരു ബിഹേവിയർ വേണം, ആ തരത്തിലുള്ള ഒരു കോഡ് ഓഫ് കോണ്ടക്ട് വേണം. ഇതെല്ലാം ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് അവിടെ ആളുകളുടെ മുന്നിൽ വെച്ചത് കൊണ്ട് തന്നെ they were forced or they were expected to follow this Victorian morality. പക്ഷെ പലപ്പോഴും ഇതിന്റെ ഒരു എൻഡോടുകൂടി, വിക്ടോറിയൻ പീരീഡിന്റെ ഒരു അവസാനത്തോടു കൂടി ഇതെല്ലാം ഷാറ്റേഡ് ആയിക്കൊണ്ട് മോഡേണിസത്തിലേക്ക് ആളുകൾ കടക്കുകയും റിയാലിറ്റി ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ആൻഡ് ഈ ഒരു സമയത്ത് തന്നെ പാരലി അഗ്നോസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ വരുന്നുണ്ട്. ടി.എച്ച്. ഹക്സ്ലിയാണ് കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ ഏജ് ഓഫ് കംപ്ലാസൻസി. ആൻഡ് വിക്ടോറിയൻ പ്രോംസ് എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത് G.K. ചെസ്റ്റർട്ടൺ ആണ്. ആൻഡ് ആർട്ട് ഫോർ ആർട്ട് സേക്ക് പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ട് ചെയ്യാം. ആർട്ട് ഫോർ ലൈഫ് സേക്ക് അല്ല, ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവിടെ മൂല്യം ലഭിക്കുകയുണ്ടായി. ആൻഡ് ഈ ഒരു സമയത്ത് തന്നെ പാരലി പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡ് ഒക്കെ വരുന്നുണ്ട്. റൈറ്റ്, ഏതാണ്ട് ഒരു 1848 നിങ്ങൾക്കറിയാം പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡിൽ നമുക്കറിയാം ബേസിക്കലി വില്യം ഹോൾമൻ ഹണ്ടും ജോൺ എറിക് മില്ലേ, അതുപോലെ തന്നെ ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി, ഫ്രെഡറിക് ജോർജ് സ്റ്റീഫൻസ്, തോമസ് വൂൾണർ പോലെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരുടെ ആ ഒരു ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിയുമായിട്ട് പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡിന്റെ അവരുടെ പെയിന്റിങ്സിന്റെയും ലിറ്ററേച്ചറിന്റെയും ആ ഒരു പ്രഭാവമൊക്കെ ഈ ഒരു സമയത്തും വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സൈമൾട്ടേനിയസ്ലി നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഈ വിക്ടോറിയൻ പീരീഡിലുള്ള പ്രധാനപ്പെട്ട ഒരു ക്രൊണോളജി, അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ വേണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അന്നത്തെ ആ ഒരു വർക്കുകളെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വർക്ക് വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ്, ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടാണ്, ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ വർക്കിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഇതെല്ലാം വായിക്കുന്ന സമയത്ത് കിട്ടും. പക്ഷെ നിങ്ങൾക്കറിയാം UGC നെറ്റ് പെർസ്പെക്റ്റീവിൽ ഇതെല്ലാം നിങ്ങൾ അങ്ങനെ ഒരു റീഡിങ് വേണം. പക്ഷേ എന്തെടുക്കണം എന്തെടുക്കണ്ട നമുക്ക് അറിയണം. അതിനു വേണ്ടിയിട്ട് PYQs അടിസ്ഥാനത്തിൽ വേണം നിങ്ങളിതെല്ലാം പഠിച്ചെടുക്കാനും നോട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. സോ അത്തരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുകയുണ്ടായി. ക്വീൻ വിക്ടോറിയ ത്രോണിൽ വന്നതിന് ശേഷം ചാൾസ് മൂവ്മെന്റ് വന്നു, ആന്റി കോൺ ലോ വരികയുണ്ടായി. റിച്ചാർഡ് കോപ്ടൺ ആണ് അത് കൊണ്ടുവന്നത്. UK ആദ്യമായിട്ട് ടെലിഗ്രാഫ് വന്നു. അവര് പ്രിൻസ് ആൽബർട്ടിനെ കല്യാണം കഴിക്കുന്നു, ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഫാക്ടറി ലോസ് വരുന്നു, ഗ്രേറ്റ് എക്സിബിഷൻ വരുന്നു, അതുപോലെ തന്നെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം തുറക്കുന്നു, പ്രിൻസ് ആൽബർട്ട് മരണപ്പെടുന്നു, സെക്കൻഡ് റിഫോം ആക്ട് വരുന്നു, അങ്ങനെ ആളുകൾ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ലഭിക്കുന്നു, ഇലക്ട്രിക് ബൾബ് വരുന്നു, പിന്നെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നു, കൂടാണ്ട് ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് ഒറിജിൻ ഓഫ് സ്പീഷീസ് വരുന്നു, തിയറി ഓഫ് എവല്യൂഷൻ വരുന്നു, കൂടാണ്ട് ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്നു, തേർഡ് റിഫോം ആക്ട് വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയുണ്ടായി. റൈറ്റ്. സോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരുപാട് ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു കേസ് നമുക്ക് അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എംപ്രസ് ആയി, അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് അവിടെ വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാഴ്ചയിൽപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ സമയത്ത് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയം ആരും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ് അറിഞ്ഞിരിക്കണം. അന്നത്തെ ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? ബ്രിട്ടീഷ് എംപയർ ആണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റീസ് വന്നു, ചൈൽഡ് ലേബർ ഉണ്ടായിരുന്നു. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്മിത്ത് ഉണ്ട്, ഡാർവിൻ ഉണ്ട്, മിൽ ഉണ്ട്, യൂട്ടിലിറ്റേറിയൻസ് ഉണ്ട്. ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ അവിടെ അന്നത്തെ ഒരു സോഷ്യൽ പ്രൊട്ടസ്റ്റിംഗ് ലിറ്ററേച്ചർ വന്നിട്ടുണ്ട്, വിക്ടോറിയൻ നോവൽസ് വന്നിട്ടുണ്ട്, വിക്ടോറിയൻ പോയിട്രി ഉടലെടുത്തിട്ടുണ്ട്, വിക്ടോറിയൻ ഡ്രാമ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. വലിയ ഗ്രേറ്റ് അഡ്വാൻസ്മെന്റ് വന്നിട്ടുള്ള ഒരു സമയമാണ്. ബ്രിട്ടീഷ് എംപയർ ഒരുപാട് ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള സമയമാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയമാണ്. പിന്നെ മിഡിൽ ക്ലാസ്സസിനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് വന്നിട്ടുള്ള ഒരു സമയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരണം. അതിനിടയിലുള്ള മറ്റു മൂവ്മെന്റുകളും ശ്രദ്ധേയമായിട്ടുള്ള വർക്കുകളും. അപ്പോൾ ആ വർക്കുകളിലേക്ക് നമുക്ക് അടുത്ത സെക്ഷനിലായിട്ട് കിടക്കാം. Till then, please take care and have a great day ahead, everyone. Thank you so much for listening.